ജാതകത്തിൽ അദ്ദേഹത്തിന് ചില ദോഷങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. ആ ദോഷങ്ങൾ വന്ന് അദ്ദേഹം ജയിലിൽ പോയപ്പോൾ തൊട്ടിട്ട് എനിക്ക് അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ട് ശത്രുദോഷം അദ്ദേഹത്തിന് ഏൽക്കാതെ കണ്ട് അദ്ദേഹം ഇതിൽ നിന്ന് മോചനാവട്ടെ എന്ന് ഞാൻ മനസ്സാൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പ്രവചിച്ചത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ നിർണായകമായിട്ടുള്ള ഒരു കേസ് അതിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ ക്ലൈമാക്സിനോട് അടുക്കുകയാണ് വരുന്ന 8-ാം തീയതി. അതായത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അകത്തേക്കോ പുറത്തേക്കോ എന്നതിന്റെ സൂചനകൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. നിർണായകമായ കേസിൽ കോടതി വിധി ഈ വരുന്ന 8-ാം തീയതി. ഇതിനിടയിലാണ് ദിലീപ് ഇനി ഒരിക്കലും ജയിലിനകത്തേക്ക് പോകില്ല എന്നുള്ളൊരു പ്രവചനവുമായിട്ട് ഒരു ജ്യോതിഷൻ രംഗത്തെത്തുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അത്തരമൊരു നിലപാടെടുത്തത് എന്നുള്ളതാണ് മലയാളി വാർത്തയോട് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ജാതകത്തിൽ അദ്ദേഹത്തിന് ചില ദോഷങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. ആ ദോഷങ്ങൾ വന്ന് അദ്ദേഹം ജയിലിൽ പോയപ്പോൾ തൊട്ടിട്ട് എനിക്ക് അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ട്, സത്യത്തിൽ ഞാൻ അദ്ദേഹത്തിനെ അറിയില്ല, അദ്ദേഹത്തിന് ഇനി അറിയാൻ വഴിയില്ല. പക്ഷെ ഞാൻ ഈ സ്ഥലത്ത് കണ്ടൻകാവിൽ ഭഗവതി പറഞ്ഞ ക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണ് ഞാൻ. അന്ന് തൊട്ട് ഇന്ന് വരെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ പൂജ. അന്ന് ഒരു പുഷ്പം അദ്ദേഹത്തിന്റെ നാമത്തിൽ മനസ്സ് തൊട്ടുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു പ്രവർത്തിച്ചിടാറുണ്ട്. ഇത് എനിക്കൊരു നന്മ കിട്ടട്ടെ എന്നുള്ള വിചാരത്തിലല്ല, അദ്ദേഹം ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ. മാത്രമല്ല, തെറ്റ് ചെയ്തു എങ്കിൽ അല്ലാതെ ശിക്ഷിക്കപ്പെടരുത് ഒരാളും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ കോടതി വിധി അദ്ദേഹത്തിന് അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തതും ചില സമയങ്ങളിൽ എടുത്തുകൊണ്ട് നോക്കിയതിലും അദ്ദേഹം ശത്രുദോഷങ്ങൾ ഉള്ളതായിട്ടാണ് എനിക്ക് തെളിഞ്ഞു വന്നിട്ടുള്ളത്. ശത്രുദോഷം ഒരാളെയും വേദനപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് ശത്രുദോഷം അദ്ദേഹത്തിന് ഏൽക്കാതെ കണ്ട് അദ്ദേഹം ഇതിൽ നിന്ന് മോചനാവട്ടെ എന്ന് ഞാൻ മനസ്സാൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പ്രവചിച്ചത്. അതില് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ ജ്യോത്സ്യന്മാര്, എന്നേക്കാൾ ഉയർന്ന ജ്യോത്സ്യന്മാര് എന്നോട് ക്ഷമിക്കണം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എല്ലാം നല്ല നിലയിലും സത്യത്തിലാവട്ടെ എന്നുള്ള പ്രാർത്ഥനാ പുരസരാണ് ഞാൻ ആ പ്രവചനം നടത്തിയത്. ഇതില് ദിലീപ് ജയിലിലാകാൻ സാധ്യതയില്ല എന്ന തരത്തിലാണല്ലോ പ്രവചനം നടത്തിയിരിക്കുന്നത്. അല്ല, ജയിലിൽ അദ്ദേഹം വന്നല്ലോ കുറച്ചു ദിവസം. ആദ്യം അയാൾ കുറച്ചു ദിവസം ജയിലിൽ കിടന്നില്ലേ? അതുകൊണ്ട് ഇനി ജയിലിലാവാൻ സാധ്യതയില്ലെന്നാണോ? ഇല്ലെന്നാണ് കണ്ടത്. എന്തായാലും കേസിന്റെ നാൾ വഴികളും പ്രധാനപ്പെട്ട വിഷയവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. 2017 ഫെബ്രുവരി 17 രാത്രിയാണ് 9 മണിക്ക് കൊച്ചി നഗരത്തിലൂടെ സഞ്ചരിച്ച കാറിൽ വച്ച് ഒരു നടിയെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. നടൻ ദിലീപ് ഉൾപ്പെടെ 9 പേരെ പ്രതികളായിട്ട് എടുത്ത കേസാണിത്. 1-ാം പ്രതി പൾസർ സുനിയും 8-ാം പ്രതി നടൻ ദിലീപുമാണ്. 2017 ജൂലൈയിൽ 10 തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. 2017 ഒക്ടോബർ 3 ദിലീപിന് ജാമ്യം ലഭിക്കുകയും ചെയ്തു. വിചാരണയ്ക്കിടെ 28 സാക്ഷികളാണ് കൂറുമാറിയത്. ഏറെ നിർണായകമായിട്ടുള്ള കേസ്. വിചാരണ വൈകുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തി സുപ്രീം കോടതി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 1-ാം തീയതി പ്രതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുകയടക്കം ചെയ്തു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഡിസംബർ 8 നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ അന്തിമ വിധി പറയാനിരിക്കുകയാണ്. അതായത് ഇനി ഒരു പകൽ കഴിഞ്ഞാൽ നടിയെ ആക്രമിച്ച കേസിൽ വിധി വരും എന്നുള്ളത് പറയുന്ന സാഹചര്യം. കേസിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച സുപ്രധാന രേഖ ഈ വേളയിൽ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. കേസിലെ 8-ാം പ്രതിയായ നടൻ ദിലീപ് മുഖ്യമന്ത്രി പിണറായി വിജയന് അയച്ച സന്ദേശമായിട്ടാണ് ഇത്തരത്തിൽ പുറത്തുവരുന്നത്. വല്ലാത്തൊരവസ്ഥയിലാണ് താൻ എന്ന് തുടങ്ങുന്നതായിരുന്നു സന്ദേശം. കേസിൽ ദിലീപ് അറസ്റ്റിലായത് സംഭവം നടക്കുന്നത് ഏകദേശം 5 മാസത്തോട് അടുക്കവെയായിരുന്നു. എന്നാൽ അതിന് ആഴ്ചകൾക്ക് മുമ്പ് ദിലീപിന്റെ പേര് കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു എന്നാണ് പറയുന്നത്. ദിലീപിന്റെ പേര് കേസിൽ ഉയർന്നു കേൾക്കുന്നതിന് മുൻപാണ് മുഖ്യമന്ത്രിക്ക് ദിലീപ് സന്ദേശം അയച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സന്ദേശം. മുഖ്യമന്ത്രി ഇത് സ്വീകരിച്ചില്ല എന്നാണ് പിന്നീട് നടന്ന കാര്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. 2017 ഫെബ്രുവരി 17 നടി യാത്രയ്ക്കിടെ ആക്രമിക്കപ്പെടുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചിയിൽ താരങ്ങളും പൗരപ്രമുഖരുമെല്ലാം ചേർന്ന് ഒരു യോഗം വിളിച്ചു ചേരുന്നു. ഇതിൽ ദിലീപ് അടക്കം പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ദിലീപിന്റെ ആദ്യ ഭാര്യയും നടിയുമായിട്ടുള്ള മഞ്ജു വാര്യരടക്കം ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. രണ്ടുപേരും പ്രസംഗിക്കുകയും ഈ വിഷയത്തിൽ നടിക്ക് നീതി വാങ്ങിക്കൊടുക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു.
ക്രിമിനൽ ഗൂഢാലോചന ഈ സംഭവത്തിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് പിന്നീട് യോഗത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞിരുന്നത്. ഇതോടെയാണ് വലിയൊരു സംഘം നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും ഇത് വ്യക്തിഹത്യ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ചർച്ചകൾക്ക് തുടക്കം വയ്ക്കുന്നത്. സ്ത്രീക്കും പുരുഷനും തുല്യമായ പരിഗണന കിട്ടണമെന്ന് മഞ്ജു വാര്യർ അന്ന് ആവശ്യപ്പെട്ടു. ഈ പരിപാടിക്ക് ശേഷം 3-ാം ദിവസമാണ് ദിലീപ് മുഖ്യമന്ത്രിക്ക് സന്ദേശം അയച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ദിലീപ് എന്നയച്ച സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: 2017 ഫെബ്രുവരി 22 രാവിലെയാണ് ദിലീപ് പിണറായി വിജയന് ഫോണിൽ നിന്ന് സന്ദേശം അയച്ചതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചതായി വ്യക്തമാക്കുന്നു. ആ സന്ദേശത്തിൽ പറയുന്നത്, സർ, ദിലീപ് ഹിയർ. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് താൻ. ഒരു തെറ്റും ചെയ്യാതെ ഈ കഴിഞ്ഞ 3-4 ദിവസമായി അനുഭവിക്കുകയാണ് താൻ. സാറിന്റെ ഒറ്റയാളുടെ ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ അന്ന് ഫിലിം അസോസിയേഷന്റെ കാര്യത്തിൽ ഇറങ്ങിയത്. എനിക്കിപ്പോഴും സാറിലെ വിശ്വാസമുള്ളൂ. ഇതായിരുന്നു സന്ദേശം. ഈ സന്ദേശം അയക്കുന്ന വേളയിൽ ദിലീപ് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതികളുടെ ചിത്രത്തിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ചില സന്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ദിലീപ് അയച്ചിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഏപ്രിൽ മാസത്തിലാണ് ദിലീപിന്റെ പേരും കേസിലേക്ക് ഉയർന്നു കേൾക്കുന്നത്. ജൂലൈയിലാണ് ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ദിലീപിനൊപ്പം നാദിർ ഷായെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആലുവ പോലീസ് ക്ലബിലായിരുന്നു ചോദ്യം ചെയ്യൽ നടത്തിയത്. ജൂലൈ 10 ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച വേളയിൽ നടൻ സിദ്ദിഖ് പോലീസിൽ സ്റ്റേഷനിൽ എത്തുകയും അന്ന് വലിയ രീതിയിൽ വാർത്തയാക്കുകയും ചെയ്തു. എന്താണ് കാര്യം എന്ന് തിരക്കാൻ വന്നതാണ് എന്നതായിരുന്നു അന്ന് സിദ്ദിഖ് നൽകിയിട്ടുള്ള മറുപടി. അതേസമയം കാവ്യ ദിലീപ് ബന്ധം പുറത്തറിയിച്ചതിലുള്ള വൈരാഗ്യമാണ് ഈ ആക്രമണത്തിന് പിന്നാലെ എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. താരങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് ദിലീപിന്റെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരെ അറിയിച്ചത് ആക്രമിക്കപ്പെട്ട നടിയാണെന്നും ഇതേ തുടർന്നുള്ള വ്യക്തി വൈരാഗ്യമാണ് നടിക്കെതിരെ ക്വട്ടേഷൻ കൊടുക്കാൻ ദിലീപിനെ പ്രേരിപ്പിച്ചതെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. ദിലീപിന്റെ ഫോണിൽ പല പേരുകളിലാണ് കാവ്യയുടെ നമ്പറുകൾ സേവ് ചെയ്തിരുന്നതെന്നും രാമൻ, RUK, അണ്ണൻ, അതുപോലെ തന്നെ മീൻ, വ്യാസൻ എന്നീ പേരുകളിലൊക്കെ ഈ നമ്പറുകൾ സേവ് ചെയ്യപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ ദിൽക്ക എന്നാണ് പേരിലാണ് കാവ്യയുടെ നമ്പർ സേവ് ചെയ്തത് എന്നും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാവ്യയുമായുള്ള ബന്ധം മഞ്ജു വാര്യരിൽ നിന്ന് മറച്ചുപിടിക്കാനാണ് ഇത്തരത്തിൽ കള്ളപ്പേരുകൾ ഉപയോഗിച്ചതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. 2012 തന്നെ താരങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞിരുന്നു എന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ദിലീപിന്റെ ഫോണിൽ തുടർച്ചയായി പല നമ്പറുകളിൽ നിന്ന് മെസ്സേജ് വരുന്നത് മഞ്ജു വാര്യരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിൽ സംശയം തോന്നിയതോടെ ഗീതു മോഹൻദാസിനും സംയുക്ത വർമ്മയ്ക്കും ഒപ്പം മഞ്ജു വാര്യർ നടിയെ പോയി കാണുകയായിരുന്നു എന്നാണ് സൂചന. ഇക്കാര്യം മുന്നേ അറിയുന്ന നടി താരങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് മഞ്ജു വാര്യരോട് തുറന്നു പറഞ്ഞു എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. ഇതിൽ നടിയോട് ദിലീപിന് തോന്നിയിട്ടുള്ള വൈരാഗ്യം ആക്രമണത്തിലേക്ക് പോയി എന്നും നയിച്ചു എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം പ്രോസിക്യൂഷൻ വാദങ്ങളെ തള്ളിക്കളഞ്ഞാണ് ദിലീപ് രംഗത്തെത്തിയത്. പ്രോസിക്യൂഷന്റേത് വെറും ആരോപണങ്ങളാണെന്നും അതിൽ തെളിവില്ല എന്നും ദിലീപ് കോടതിയിൽ വാദിച്ചിരുന്നു. പോലീസിന്റെ കെട്ടുകഥയാണിതെന്നാണ് ദിലീപ് കോടതിയിൽ വാദിച്ചത്. ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തിവൈരാഗ്യം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും മഞ്ജുവുമായിട്ടുള്ള വിവാഹമോചനത്തിന് നടി ഒരു കാരണമായിരുന്നില്ല എന്നും ദിലീപ് കോടതിയിൽ വാദിച്ചു. കൊച്ചിയിൽ 2017 ഫെബ്രുവരി 17 ഓടുന്ന വാഹനത്തിൽ നടിയെ ആക്രമിക്കുന്ന കേസ് ഉണ്ടാകുന്നത്. കേസിലാകെ 9 പ്രതികളാണുള്ളത്. പൾസർ സുനിയോ 1-ാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് 8-ാം പ്രതിയാണ്. 12 പ്രതികളാണ് ആദ്യം ഈ കേസിൽ ഉണ്ടായിരുന്നത്. ഇതിലൊരാളെ മാപ്പ് സാക്ഷിയാക്കുകയും 2 പേരെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. കേസിൽ അന്തിമവാദം പൂർത്തിയാക്കിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. കഴിഞ്ഞ ഏപ്രിൽ 9 പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തീകരിക്കുന്നത്. എറണാകുളം സെഷൻസ് കോടതി ജഡ്ജിയാണ് ഡിസംബർ 8 വിധി പറയാനിരിക്കുന്നത്. കേസിലെ വിചാരണയ്ക്കിടെ 28 സാക്ഷികളാണ് കൂറുമാറിയിരിക്കുന്നതെന്നത് ഈ കേസിൽ വളരെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ദിലീപിനെ പ്രതി ചേർത്തിരുന്നില്ല. പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 10 ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. 2 മാസത്തിനു ശേഷം ഒക്ടോബർ 3 ദിലീപ് ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു. ഇപ്പോൾ വീണ്ടും ഇതിന്റെ മറ്റൊരു വഴിത്തിരിവിലേക്ക് കേസ് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ കേസിന്റെ ക്ലൈമാക്സിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. 2017 ഫെബ്രുവരി 17 രാത്രി 9 മണിക്കാണ് കൊച്ചി നഗരത്തിൽ വെച്ച് അതിക്രൂരമായിട്ട് നടിയെ ആക്രമിക്കുന്നത്. 2018 ഈ കേസ് വിചാരണ തുടങ്ങുന്നത്. കേസിൽ ഡിസംബർ 8 വിധി പറയാനിരിക്കെയാണ് പ്രോസിക്യൂഷൻ വാദങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് ആ കേസിൽ വിധി പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപനത്തിന്റെ കാത്തിരിപ്പിൽ നിൽക്കുന്ന ജനങ്ങൾക്കിടയിലേക്കാണ് ദിലീപ് ഒരിക്കലും ജയിലിനകത്തേക്ക് ഇനി പോകില്ല എന്നുള്ളൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരു പ്രവചനവുമായിട്ട് ഒരു ജ്യോതിഷൻ തന്നെ രംഗത്തേക്ക് വരുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു കേസ്, ഒരു പക്ഷേ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് സംരക്ഷണം ഉറപ്പാക്കുക എന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഹേമ കമ്മിറ്റി അടക്കം നിർമ്മിക്കാനുള്ള കാരണമായിട്ടുള്ളത് ഒരു പക്ഷേ ഈ ഒരു കേസ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങളിലേക്ക് കടന്ന കേസ് അതിന്റെ അവസാന വിധിയിലേക്ക്, അവസാന ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നടൻ ദിലീപ് ഇനി സിനിമാ ലോകത്തും ജയിലിന് പുറത്തും തന്നെ ഉണ്ടാകുമോ എന്നുള്ള സംശയങ്ങളുണ്ട്. അതിനുള്ള ഒരു ഉത്തരത്തിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ.